എല്ലാ വണ്ടികളും നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാം, എൻ്റെ അപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്രയും പ്രീമിയം കാർസ് ഒന്നും എടുക്കാൻ പാടില്ല. അത് കാരണം ഞങ്ങളുടെ ഫാമിലി 100 കുടുംബങ്ങളുള്ള മൂലംകുഴി എന്നുള്ള ഫാമിലി. അപ്പം ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലി സൈക്കിളിൽ നടക്കുന്നവരുണ്ട്, സ്കൂട്ടറിൽ നടക്കുന്നവരുണ്ട്. അപ്പൊ വലിയൊരു പോസ്റ്റ് കാണിച്ച് പരിപാടികളിലേക്ക് നടക്കാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും നമ്മുടെ കാലത്തിനനുസരിച്ച് നല്ല വണ്ടികൾ എടുക്കണം, കുറച്ചുകൂടെ പരിപാടികൾ എടുക്കണം, ഫ്യൂച്ചറിലോട്ട് നല്ല വണ്ടികളിലോട്ടൊക്കെ നമുക്ക് യാത്ര ആവണം. ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കോർപിയോ ആയിരുന്നു അല്ലേ? ഞാൻ കൊണ്ടു നടന്നു വെച്ചു. എല്ലാ വണ്ടികളും എടുക്കും. ഞാൻ ഫോർച്യൂണർ എടുക്കാറുണ്ട്. ഞാൻ ഓടിക്കാത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അനിയന്റെ ബെൻസ് മാത്രം ഞാൻ ഓടിച്ചിട്ടില്ല. അവൻ ആദ്യം എടുത്തോണ്ട് വന്നിട്ട് ഓടിക്കാനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഓടിച്ചില്ല. എന്തോന്ന് അറിയില്ല. അതിപ്പോ ആ വണ്ടി കുടുംബത്തിൽ ഇല്ലതാണ്, എനിക്കറിയില്ല. പക്ഷെ ആ വണ്ടി എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ. സോ അപ്പോ സ്കോർപിയോ ആയിരുന്നു മുന്നത്തെ കാറ്. സ്കോർപിയോക്ക് മുമ്പ് എസ്റ്റീം ആയിരുന്നു. എസ്റ്റീമിന് മുമ്പ് ഒരു ഫിയറ്റ് വേറെ ഉണ്ടായിരുന്നു. റീനി അവള് കൊണ്ടുവന്നൊരു കാർ ഉണ്ടായിരുന്നു. അന്ന് ഫിയറ്റ് ഡീസൽ ആയിരുന്നു. അതിലും ഒരുപാട് ട്രാവൽ, ഞങ്ങളുടെ ഹണിമൂൺ എല്ലാം പരിപാടികളെല്ലാം ആ ഫിയറ്റ് ഡീസലിലായിരുന്നു. അപ്പൊ അച്ചാച്ചൻ പറയും, ഈ ഫിയറ്റ് നിനക്ക് തെങ്ങ വരെ കയറ്റാൻ പറ്റും. അന്ന് ഫിയറ്റ് അംബാസഡർ.